എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പൈത്തണിന്റെ ചാപ്റ്റർ 5 ഫ്ലോ ഓഫ് കൺട്രോളില് നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, അതായത് ഈഫ്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഫോർ ലൂപ്പാണ്, അതായത് ഇറ്ററേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് തിയറി നമുക്ക് പഠിക്കേണ്ട ഉണ്ട്. ഫ്ലോ ഓഫ് കൺട്രോളില് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് നമ്മൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദി ഇൻസ്ട്രക്ഷൻ ഗിവൺ ടു ദി കമ്പ്യൂട്ടർ ടു പെർഫോം എനി കൈൻഡ് ഓഫ് ആക്ഷൻ. നമ്മൾ ഏതെങ്കിലും ആക്ഷൻ ഇത് കൊടുക്കുക, ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് പൈത്തണിൽ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എംപ്റ്റി സ്റ്റേറ്റ്മെന്റ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ഇതിൽ വൺ വേർഡുകൾ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് എന്താണ്? എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഡസ് നത്തിങ്. അതൊന്നും നമുക്ക് ഒന്നുമില്ല, അത് എംപ്റ്റി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. പൈത്തണിലെ എംപ്റ്റി സ്റ്റേറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പാസ്, അതായത് പാസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പൈത്തൺ ഈസ് ഡു നത്തിങ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ സാധാരണ അങ്ങനെയാണ് നമ്മൾ പറയാറ്, അല്ലെങ്കിൽ നൾ ഓപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, യാതൊരു ഓപ്പറേഷനും ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ആണ് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ഈസ് ആൻ എക്സിക്യൂട്ടബിൾ ലൈൻ ഓഫ് കോഡ് ഇൻ ദ പൈത്തൺ പ്രോഗ്രാം. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതായത് നമ്മളിപ്പോൾ പറയുവാണ് പ്രിന്റ് വെൽക്കം, നമ്മൾ കോഡ്സിൽ വെൽക്കം കൊടുത്തു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ നെയിം സിസ്കട്ട് ഇൻപുട്ട് ഓഫ് യുവർ നെയിം, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഓരോ ലൈനായിട്ട് നമുക്ക് എക്സിക്യൂട്ട്, ഇതാണ് നമുക്ക് സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. ഒരൊറ്റ ലൈനില്ല. അപ്പൊ A+B ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്. അല്ലെങ്കിൽ പ്രിന്റ് ഓഫ് നെയിം, ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റാ. അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഇഫ് കണ്ടീഷൻ ആണ്. ഈ ഇഫ് കണ്ടീഷനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റാ. ഈ സെറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഹെഡർ, അതായത് ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നമുക്ക് കോളം കൊടുക്കേണ്ടി വരും. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ലാസ്റ്റ് നമുക്ക് കോളം കൊടുക്കേണ്ടി വരും. അത് ഫോർ ലൂപ്പിലുണ്ട്, എല്ലാ ലൂപ്പിലും ഉണ്ട്, വൈൽ ലൂപ്പിലുണ്ട്, ഫോർ ലൂപ്പിലുണ്ട്, ഈഫിലൊക്കെ ഉണ്ട് നമുക്ക് കോളം. ഇതിന് നമ്മൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഹെഡർ എന്നാ പറയുന്നത്. ആ കോളം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ചെറിയ ഇൻഡന്റേഷൻ ആണ്, അതായത് ഒരു സ്പേസ്, ഒരു ടാബ് സ്പേസ് നീങ്ങിയിട്ടാണ് പിന്നെ അടുത്ത് അതിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇപ്പൊ ഈ യൂസ് ചെയ്യുന്ന അതിന്റെ ബോഡി എന്ന് പറയും, കണ്ടീഷന്റെ ബോഡി അല്ലെങ്കിൽ ലൂപ്പ് ബോഡി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് ഹെഡറും ഒന്ന് സ്റ്റേറ്റ്മെന്റ് ബോഡിയാണ്. ഇതിനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് on the program. It end with the colon sign. The മെയിൻ ആയിട്ടുള്ള കോമൺ സ്ട്രക്ചർ ആണിത്. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് രണ്ട് പാർട്ടാണുള്ളത്, ഹെഡർ ലൈനും സ്റ്റേറ്റ്മെന്റ് ബോഡിയും. നെക്സ്റ്റ് ആണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 ടൈപ്സിലുള്ള കൺസ്ട്രക്ടർ ഉണ്ട്. ഒന്ന് സീക്വൻസ് ആയിരിക്കും, സെക്കൻഡ് സെലക്ഷൻ ആയിരിക്കും, തേർഡ് ഇറ്ററേഷൻ ആയിരിക്കും. സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് സാധാരണ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. അതായത് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2, സ്റ്റേറ്റ്മെന്റ് 3. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട്, അതായത് ഒരു സിംഗിൾ ആയിട്ട് നമുക്ക് അത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ദ സെലക്ഷൻ കൺസ്ട്രക്ട് മീൻസ് എ ചോയ്സ് ഓഫ് സെലക്ഷൻ. നമ്മൾ സെലക്ഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യണേ. ദ ചോയ്സ് ഈസ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ. നമ്മൾ ഏത് ചോയ്സ് ആണ് കൊടുക്കേണ്ടത് അത് ആ കണ്ടീഷൻ ബേസ് ഒരു പ്രോഗ്രാമർ ആ കണ്ടീഷൻ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ എയുടെ വാല്യൂ നമ്മൾ 5 കൊടുത്തു, ബിയുടെ വാല്യൂ 4 കൊടുത്തു. അപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ അത്. അപ്പൊ ഈഫിലാണ് അത് കൊടുക്കുന്നത്. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മളോട് കണ്ടീഷൻ കൊടുക്കണം, ആ പ്രോഗ്രാമറിന് അതാണ് ആ പ്രോഗ്രാമാണ് വേണ്ടത്, ഇതിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആൻ ആക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ്, അതർവൈസ് അതർ ആക്ഷൻ ക്യാൻ ടേക്ക് പ്ലേസ്. അതായത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ ഏതാണ്, ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിൽ ഏതാണ് കറക്റ്റ് ഉള്ളത് എടുക്കും. ഇനി ഫോൾസ് ആണെങ്കിൽ അതിന്റെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, അതായത് നമുക്ക് ചിലപ്പോൾ ഈ ഈഫ് ഒക്കെ പഠിക്കുവാണെങ്കിൽ അതിന്റെ എൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. അപ്പൊ ഈഫ്, എൽസ് ഇതിനൊക്കെയാണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സെലക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് നമ്മളിവിടെ കൊടുക്കുവാണെങ്കിൽ ഇതാണ് കണ്ടീഷൻ, നമ്മൾ പ്രോഗ്രാമർ കൊടുക്കുന്ന കണ്ടീഷൻ ഇതാണ്. നമുക്ക് കണ്ടീഷൻ ഏതാണെന്ന് നമുക്ക് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യും ഏതാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഞാൻ നമ്മൾ എ ആണ് പ്രിന്റ് കൊടുത്തിരുന്നത്, ഇവിടെ ബി ആണെങ്കിൽ ഇപ്പൊ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞു, നമ്മൾ കണ്ടീഷനിൽ നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, ഏത് ഫോൾസ് വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സെറ്റ് ആക്ഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും നമ്മൾ അതർ ആക്ഷൻ ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. എങ്ങനെ രീതിയിൽ പറഞ്ഞാലും നമുക്ക് ഒരു സെറ്റ്, അതായത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഡിസിഷൻ എടുക്കുക അതിലേതാണ് കറക്റ്റ്. ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 4. ഇനി എയുടെ വാല്യൂ 5, ബിയുടെ വാല്യൂ 6 ആണെങ്കിലോ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും, അപ്പൊ അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സെറ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കും. നെക്സ്റ്റ് ആണ് ഇറ്ററേഷൻ. ഇറ്ററേഷൻ കൺസ്ട്രക്ട് എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ സെലക്ഷൻ ആയിരുന്നു, അതായത് ഒരു സെലക്ട് ചെയ്യുക, ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനും കറക്റ്റ് ആണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ടിൽ ദ ടൈം എ കണ്ടീഷൻ ഈസ് ട്രൂ. നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആർ റിപ്പീറ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോൾ ഏതുവരെ കണ്ടീഷൻ ഫോൾസ് ആവുന്ന വരെ. അപ്പൊ റിപ്പീറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇറ്ററേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ലൂപ്പ് എന്ന് പറയാം, ലൂപ്പ് കൺസ്ട്രക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്ററേഷൻ എന്ന് പറയാം. ഇറ്ററേഷൻ എന്ന് കണ്ടാൽ തന്നെ അത് ലൂപ്പാണ്, അത് നമ്മൾ ഫോർ ലൂപ്പും വൈൽ ലൂപ്പാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഫ്ലോയോ കൺട്രോൾ ഇതാണ്, ഈഫും ഇറ്ററേഷനുമാണ് മെയിൻ ആയിട്ട്. അതായത് ഈ സെലക്ഷനും ഇറ്ററേഷനും. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈഫ്, ഇറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ. ഇതാണ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം, ഇതാണ് ലൂപ്പ് ബോഡി, എത്ര സ്റ്റെപ്പ് ഉണ്ടോ അത്രയും സ്റ്റെപ്പ് നമുക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ നിന്ന് പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യും. അപ്പൊ ഈ ഇറ്ററേഷൻ കൺസ്ട്രക്ഷൻ നമ്മൾ ലൂപ്പിംഗ് കൺസ്ട്രക്ട് എന്നും പറയും. അപ്പൊ ഒറ്റ ഇത് ഓർത്തോ, അതായത് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്ററേഷൻ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയാണ് പഠിച്ചത്, ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഫ്ലോ കൺട്രോൾ. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോണതൊക്കെ ഈഫും ഈഫ് എൽസ് ആണ്. അപ്പൊ ഇത്രയും ഇതിൽ നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ്. ആൻ എംപ്റ്റി ഓർ നൾ സ്റ്റേറ്റ്മെന്റ് ഈസ് പൈത്തൺ ഈസ്, നമുക്ക് പാസ് ആണ്, സെലക്ഷൻ കൊടുക്കുക, പാസ്. നെക്സ്റ്റ്, ദ ഓർഡർ ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂഷൻ ഇൻ ദ ഫോം ഓഫ് ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സീക്വൻസ്. The dash construct allows to choose statements to be executed depending upon the result of a condition. ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഏതാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെലക്ഷൻ, അതായത് ഈഫ്. നെക്സ്റ്റ് ആണ് ദ ഡാഷ് കൺസ്ട്രക്ട് റിപ്പീറ്റ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ് ഓർ ആസ് ലോങ് ആസ് കണ്ടീഷൻ ഇസ് ട്രൂ. അതായത് ട്രൂ ആവണ വരെ ഇതിങ്ങനെ റിപ്പീറ്റ് എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇത് ചെയ്യാം റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇറ്ററേഷൻ. ഇതിന് നമുക്ക് റിപ്പീറ്റേഷൻ ആണ് തന്നിരിക്കുന്നത്, ലൂപ്പ് എന്ന് പറയാം. ഇത്രയാണ് നമുക്ക് വൺ വേർഡ് ആയിട്ട് മെയിൻ ആയിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ 3 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ടർ. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഫ്ലോ ഓഫ് കൺട്രോളിനെ നമ്മൾ പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ടർ എന്നും പറയും. അപ്പൊ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് 3 പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ടർ? സീക്വൻസ്, സെലക്ഷൻ, ഇറ്ററേഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് ഈസ് പൈത്തൺ. നമ്മൾ പഠിച്ചു എന്താണ് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. എംപ്റ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നത്തിങ് സ്റ്റേറ്റ്മെന്റ്,
ഡു നത്തിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നൾ ഓപ്പറേഷൻ സ്റ്റേറ്റ്മെന്റ്. വിച്ച് പൈത്തൺ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ടേംഡ് ആസ് എംപ്റ്റി സ്റ്റേറ്റ്മെന്റ്? ഏത് ആണ് നമ്മൾ പൈത്തൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഏത് എംപ്റ്റി സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്ന പാസ്? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ ഇതിന്മേന്ന് വരാറുള്ളത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.